തീർന്നു എനിക്കതേ പറയാനുള്ളൂ. എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത് പല കാര്യങ്ങളും. അങ്ങനെ വിവാദങ്ങൾക്കുള്ള മറുപടിയുമായി സജന താത്ത രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഫെയിം സ്റ്റെപ്പ് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ ചാനലിൽ ഒരു ഇന്റർവ്യൂയിലൂടെയാണ് പുള്ളിക്കാരി തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. സംഭവം 2 ദിവസം മുമ്പേ പുറത്തിറങ്ങിയ ഒരു ഇന്റർവ്യൂ ആണിത്. കൃത്യമായി പറയുകയാണെങ്കിൽ ഈ പറയുന്ന സജനെ എക്സ്പോസ് ചെയ്തുകൊണ്ട് സജനയുടെ ഭർത്താവായിട്ടുള്ള ഫിറോസ് ഖാൻ 2 ദിവസം മുമ്പേ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പുള്ളിക്കാരി 5-6 ആണുങ്ങളുമായി അവിഹിതത്തിന് പോയതും അതേപോലെ റസൂൽ പൂക്കുട്ടിയിൽ അവിഹിതത്തിന് പോയിട്ട് ഗർഭമുണ്ടായ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ഫിറോസ് കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് 2 മണിക്കൂർ മുമ്പേ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണിത്. പക്ഷെ ഇപ്പൊ ഇത് കാണുമ്പോഴത് പറയാല്ലേ ചിരിയാണ് വരുന്നത്. നമുക്ക് എന്തായാലും ഇതിൽ സജനക്ക് പറയാനുള്ള എന്താന്നുള്ളത് കണ്ടുനോക്കാം. ഇനി വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആരാണ് സജന, ആരാണ് ഫിറോസ് ഖാൻ എന്നൊന്നും അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ടൊരു വിശദീകരണം തരാം. ബിഗ് ബോസ് മലയാളം സീസൺ 3 കണ്ടസ്റ്റൻസ് ആയിരുന്നു ഈ പറയുന്ന സജനയും ഫിറോസും. ഇവർ കപ്പിൾസ് ആയിട്ട് തന്നെയാണ് ബിഗ് ബോസിൽ മത്സരിക്കാൻ പോയത്. പക്ഷേ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ഇവർ ഡിവോഴ്സ് ആയി. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ സജന എന്ന് പറയുന്നവൾ റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന ഒരു സിനിമ ആർട്ടിസ്റ്റുമായി അവിഹിതത്തിന് പോയതാണ്. എന്നാൽ ഇപ്പൊ നിലവിൽ ഈ പറയുന്ന സജന റസൂൽ പൂക്കുട്ടിയിൽ 9 ആഴ്ച ഗർഭിണിയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം ഇടയിലാണ് ഈ പറയുന്ന സജന ചാനൽ വന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നത്. നമ്മൾ എന്തായാലും ആ ഇന്റർവ്യൂവിന്റെ ചില ഭാഗങ്ങളൊന്നും കണ്ടുനോക്കാം. നമസ്കാരം, ഫെയിം സ്റ്റെപ്പിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷാലു. ഷാലു. ഈ ഷാലു ആരാണെന്ന് മനസ്സിലായോ? സജനയുടെ അക്കൗണ്ട് മാനേജ് ചെയ്യുന്ന ആളാണ് ഈ പറയുന്ന ഷാലു. ഷാലുവിന്റെ തന്നെ ചാനലാണ് ഈ പറയുന്ന ഫെയിം സ്റ്റെപ്പ് എന്റർടൈൻമെന്റ്. ആ ചാനൽ വന്നിട്ടാണ് സജന ഇന്റർവ്യൂ കൊടുക്കുന്നത്. നോക്കണം നിങ്ങൾ. ഞാനിത് ജസ്റ്റ് സൂചിപ്പിച്ചെന്നുള്ളൂ കേട്ടോ. എന്തായാലും ബാക്കിയോട് പറഞ്ഞാട്ടെ. ഇന്ന് എന്റെ കൂടെയുള്ള വ്യക്തിയെ പറ്റി പറയുന്നതിന് മുമ്പേ ആ വ്യക്തി ആരാണെന്ന് ഞാനൊരു ഇൻട്രോ നൽകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻട്രോ നൽകേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻട്രോ നൽകാതെ തന്നെ ഞങ്ങൾക്ക് അറിയാം ഈ പറയുന്ന സജന ആരാണ് എന്താണെന്നുള്ളത്. 2 ദിവസം മുമ്പ് ഈ പറയുന്ന സജനയുടെ ഭർത്താവ് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് സജന ആരാണ് എന്താണെന്നുള്ള കാര്യം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷന്റെ ആവശ്യമൊന്നുമില്ല. ഇനി സജന താത്തക്ക് എന്താണ് പറയാനുള്ളത് മാത്രം നിങ്ങൾക്ക് കേട്ടാൽ മതി. ആദ്യമായി തന്നെ നിലവിൽ സജനയ്ക്കെതിരെ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ടല്ലോ. എന്താണ് ആ ആരോപണം? ഇപ്പൊ ആള് റസൂൽ പൂക്കുട്ടിയിൽ 9 ആഴ്ച ഗർഭിണിയാണല്ലോ. ഈ ഒരു അവസരത്തിൽ കുഞ്ഞിനെ വളർത്താനാണ് സജനക്ക് താല്പര്യം. എന്നാൽ റസൂൽ പൂക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളമോ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാനാണ് താല്പര്യം. ഇതുമായി ബന്ധപ്പെട്ട് 2 പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് സജന കുഞ്ഞിനെ അബോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 കോടി രൂപ തനിക്ക് തരണമെന്ന് റസൂൽ പൂക്കുട്ടിയോട് ആവശ്യപ്പെട്ടു എന്നുള്ള ഒരു അലിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടി ആയിട്ട് സജന എന്താണ് പറയാനുള്ളത് കേട്ടോക്കാം. ഞാൻ പോകുന്ന വഴികളും ഇനി ആർക്കും, ഒരമ്മമാർക്കും ഒരു വ്യക്തിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു ശത്രുവിന് പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ഞാനിപ്പം ഒരു ആർട്ടിസ്റ്റ് ആയിപ്പോയി, അതെന്റെ ഒരു തെറ്റല്ല എന്ന് വെച്ച് വെളിയിൽ എല്ലായിടത്തും ഓരോ കാര്യങ്ങൾ നടക്കുന്ന എല്ലാം വെളിയിൽ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഒരു ചെറിയൊരു സാധനം വന്നു, അത് വേറൊരു രീതിയിൽ കളറാക്കി അത് ഇപ്പം 3 കോടി തട്ടിയെടുത്തവൾ, പിന്നെ അതേപോലെ തന്നെ ഹണി ട്രാപ്പ്, എന്തൊക്കെ ഗോസിപ്പുകളാണ് സത്യം പറഞ്ഞാൽ വന്ന അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അലിഗേഷനാണ് വരുന്നത്. അതൊന്നും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ, ലൈഫിൽ ഒരിക്കലും ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ. ആണോ? വല്ലാണ്ട് അങ്ങ് വിക്ടിം കാർഡ് കളിക്കല്ലോ മോളെ സജന. നീ 3 കോടി രൂപ റസൂൽ പൂക്കുട്ടിയോട് ആവശ്യപ്പെട്ടതിന്റെ വോയിസ് ക്ലിപ്പ് തെളിവ് സഹിതം പുറത്തിട്ടത് ഞങ്ങൾ ആരുമല്ല, നിന്റെ ഭർത്താവായിട്ടുള്ള ഫിറോസ് ഖാൻ തന്നെയാണ്. സംശയമുണ്ടെങ്കിൽ ഫിറോസ് ഖാൻ പുറത്തുവിട്ട ആ വോയിസ് ക്ലിപ്പ് ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അയാളുടെ ഫാമിലി വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി മോനെ, എനിക്ക് ഇനി എന്തായാലും നേരെ വേണ്ട, എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം. കേട്ടല്ലോ, എനിക്കിനി ഇങ്ങനെ വേണ്ട, എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം. അതിനെന്ത് ചെയ്യണം? ഇങ്ങനെ 3 കോടി രൂപ സജനക്ക് കൊടുക്കണം പോലും. ഇത് സജന മറ്റൊരാളോട് പറഞ്ഞതിന് വോയിസ് ക്ലിപ്പാണ് ഫിറോസ് പുറത്തു വിട്ടേക്കുന്നത്. ഇതിനെ കുറിച്ച് എന്താണ് സജനക്ക് പറയാനുള്ളത്? ഇങ്ങനെയൊക്കെ അപ്പുറത്ത് കൂടെ വന്ന് കാണിച്ചിട്ട് ഇപ്പുറത്ത് വന്നിരുന്ന് കരിഞ്ഞു മേങ്കി ഡ്രാമ കളിക്കാൻ നിങ്ങളെ കഴിവുണ്ടല്ലോ, സമ്മതിച്ചെന്ന സജന. എങ്ങനെ സാധിക്കുന്നടേ? ഇങ്ങനെ ഫേക്കായി നിൽക്കാനും വേണം കേട്ട് കഴിവ്. ഇവരുടെയൊക്കെ വിചാരം എന്താണെന്നറിയോ? ഒരു പെണ്ണ് ഇന്റർവ്യൂവിൽ വന്നിരുന്ന് കരയുമ്പോഴേക്കും സത്യം എന്താണെന്ന് അന്വേഷിക്കാതെ എല്ലാവരും അതിൽ വീണ് പോകുന്നുള്ളതാണ്. ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചാണ് ഈ ഇമോഷണൽ ഡ്രാമ ഒക്കെ കളിക്കുന്നത്. ഇനിയിപ്പോ ഈ പുറത്ത് വിട്ട് വോയിസ് ക്ലിപ്പ് ആണെന്നും പറഞ്ഞു വരുമോ എന്തോ, അല്ല ഇപ്പൊ പൊതുവെ അങ്ങനെയാണല്ലോ നടന്നു വരുന്നത്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എന്റെ നെഞ്ചത്തോട്ട് തരാണ് പരിപാടി. എന്തായാലും ബാക്കി പറഞ്ഞാലും പ്രേക്ഷകർ എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്, കുറെ പേരുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പം ഞാൻ മറ്റുള്ള ചാനലിന്റെ വഴിക്ക് പോയി കമന്റ്സ് വായിക്കാനോ ഞാൻ നിന്നിട്ടില്ല, നിക്കത്തുമില്ല. ഞാൻ അതൊന്നും ചെയ്തില്ല, ഇന്നും ചെയ്തില്ല. പക്ഷെ എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ സോഷ്യൽ മീഡിയയിൽ എന്റെ കുറെ ആൾക്കാരുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. പക്ഷെ ഇനി അത് അങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ട സജന. നിങ്ങൾ ആരാണ് എന്താണെന്നുള്ളത് ഈ പബ്ലിക്കിന് മുന്നിൽ എക്സ്പോസ് ആയി കഴിഞ്ഞു. ഇതൊക്കെ അറിഞ്ഞിട്ടും ആളുകൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഒരു കാര്യത്തിൽ ഞാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നു, നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിരുന്നു. നിങ്ങളുടെ മാനിപ്പുലേഷനിൽ ഞാൻ കണ്ണും പൂട്ടി വീണ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണെന്ന് മനസ്സിലായത്. എങ്ങനെ സാധിക്കുന്നുണ്ട് ഇങ്ങനെ ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ? സമ്മതിച്ചെന്ന് കേട്ടോ. എന്തായാലും പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നാണല്ലോ. ഇപ്പോഴെങ്കിലും നിങ്ങളുടെ കള്ളി വിളിച്ചിട്ടായല്ലോ, സന്തോഷം. ബാക്കി പറഞ്ഞായിരുന്നു. എന്റെ മക്കളടുത്ത് പോലും എന്റെ കുഞ്ഞുങ്ങളെ സ്കൂൾ വരെ മാറ്റേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. അങ്ങനെ മാറ്റേണ്ട അവസ്ഥ വരുത്തി വെച്ചതാരാണ്? ഞങ്ങളാണോ?
ചിലപ്പോൾ നിങ്ങൾ അങ്ങനെയും പറയും ഞങ്ങൾ യൂട്യൂബേഴ്സ് ആണ് മക്കൾ സ്കൂൾ മാറ്റാൻ കാരണക്കാരായത് എന്നുള്ളത്. നിങ്ങളെ മക്കൾ സ്കൂൾ മാറ്റേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ തന്നെയാണ് കാരണക്കാരി. കണ്ടവന്റെ കൂടെ അവിഹിതത്തിന് പോകുമ്പോൾ ചിന്തിക്കണമായിരുന്നു ഒരു നാൾ ഇത് പിടിക്കപ്പെടും, പബ്ലിക്കിന് മുന്നിൽ ചീഞ്ഞു നാറുന്നുള്ളത്. അന്നേരം അതൊന്നും ചിന്തിക്കാതെ കൂത്താടി നടന്നിട്ട് അവസാനം എക്സ്പോസ്ഡ് ആകുമ്പോൾ വന്നിരുന്ന കരിയാണ് എന്റെ മക്കളുടെ കൂടെ എനിക്ക് ജീവിക്കണം, അവർ സ്കൂൾ മാറ്റേണ്ടി വരുന്ന ഒരു അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനം സാധിപ്പിച്ചിട്ട് എന്താ കാര്യം? ഇനിയെങ്കിലും മാനവും മര്യാദയ്ക്കും ജീവിക്കാൻ നോക്ക്. അത്ര എനിക്ക് പറയാനുള്ളൂ. ബാക്കി പറഞ്ഞാലും എനിക്കിത് പറയാതിരിക്കാൻ വയ്യ. എനിക്ക് ജീവിക്കണം. എനിക്ക് എന്റെ 2 കുഞ്ഞുങ്ങളെ നോക്കണം. നോക്കിക്കോ. ഞങ്ങൾ ആരും പറഞ്ഞു നോക്കണ്ടാന്ന്? ഞങ്ങൾ ആരും നിങ്ങളുടെ മക്കൾ തട്ടിപ്പറിക്കാനൊന്നും വന്നിട്ടില്ല. നിങ്ങൾ തോന്നിവാസം കാണിച്ചു, അത് നിങ്ങളുടെ ഭർത്താവ് തന്നെ പബ്ലിക്കിൽ ഒന്ന് എക്സ്പോസ്ഡ് ആക്കി. ഞങ്ങൾ അതിനെ കുറിച്ച് സംസാരിച്ചു. അത്ര ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ നിങ്ങളുടെ മക്കൾ ആരും ഇവിടെ തട്ടിപ്പറിച്ച് കൊണ്ടുപോയിട്ടൊന്നുമില്ല. എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞ് ചിന്തിക്ക്. ഇനിയെങ്കിലും ആ മക്കളെ ഓർത്തിടുന്നു, മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. ബാക്കി പറഞ്ഞാലും എനിക്ക് എങ്ങനെ പറയണം, എന്ത് ചെയ്യണം? എന്തിനാണ് അദ്ദേഹം വന്നോ എന്നെ കുറിച്ച് പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോ അദ്ദേഹത്തിനെ കുറിച്ച്? ഞങ്ങൾ രണ്ടുപേരും പറയുന്നില്ല. ഈ അദ്ദേഹം എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? റസൂൽ പൂക്കുട്ടിയാണോ അതോ ഫിറോസ് ഖാനെയാണോ? അതൊന്ന് വ്യക്തമാക്കി തന്നാൽ കൊള്ളാമായിരുന്നു. ഫിറോസ് ഖാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ പുള്ളിക്കാരൻ നിങ്ങളുമായി ബന്ധപ്പെട്ട് 2-3 വീഡിയോസ് ചെയ്ത് കഴിഞ്ഞല്ലോ, എല്ലാ തെളിവുകളും പുറത്തിട്ട് കഴിഞ്ഞല്ലോ. നിങ്ങൾക്ക് റസൂൽ പൂക്കുട്ടി മാത്രമല്ല, അതിനു മുമ്പ് 5-6 കാമുകമാരുണ്ട് എന്നുള്ള കാര്യം കൂടി ഫിറോസ് ഖാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ അതിന് വലുത് എന്താണ് വേണ്ടത്? വ്യക്തമായി മൂപ്പര് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പോരെ, ബാക്കി പറഞ്ഞാലും. ഇപ്പം സജന എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കേട്ടു. അപ്പം സജന ഈ ഒരു അവസ്ഥയിൽ എത്തിപ്പെടാനുണ്ടായ സാഹചര്യം, സജന ഒരു ഫോട്ടോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. സജന സോഷ്യൽ മീഡിയയിൽ വലിയ കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങൾ ഇട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒന്നും തന്നെ ഇട്ടിട്ടില്ല. റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള കെട്ടിപ്പിടിച്ചുള്ള ഫോട്ടോ ഇട്ട് അതിന് താഴെ ഞാൻ 9 ആഴ്ച ഗർഭിണിയാണെന്ന് പറഞ്ഞ് അടിക്കുറിപ്പ് കൊടുത്തതാരാണ്? ഞങ്ങളാണോ? നിങ്ങൾ തന്നെയല്ലേ? അത് പിന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ആയി പോയതാണല്ലോ അല്ലെ? ആരോ ഹാക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ അങ്ങനെ ഒരു ഫോട്ടോ ഇട്ടതാണല്ലോ അല്ലെ? അത് ഞാൻ മറന്നുപോയി. അത് പോട്ടെ, അതിനു മുമ്പ് നിങ്ങൾ റസൂൽ പൂക്കുട്ടിയുമായി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. മാസം ഇയാളുമായി റിലേഷൻഷിപ്പിലാണെന്നും പറഞ്ഞുകൊണ്ട്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതൊക്കെ നിങ്ങളായിട്ടൊരു കോൺട്രവേഴ്സി തുടങ്ങി വെച്ചതല്ലേ? എന്നിട്ട് പറയാണ് സജിൻ ഒരു ഫോട്ടോ മാത്രമേ ഇട്ട് വെച്ചിട്ടുള്ളൂ, കോൺട്രവേഴ്സ്യൽ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല പോലും. എന്തോന്നടേ ഇതൊക്കെ? ബാക്കി പറഞ്ഞാട്ട് എന്തായാലും. അങ്ങനെ കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങൾ ഇട്ടത് അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ്. അല്ലാതെ ഈ ഒരു ഫോട്ടോ ഇട്ടതിന്റെ പിന്നിലോ വേറെ ഒരു ഇതിന്റെ പിന്നിലോ ഇപ്പം ഫോട്ടോ ഇടുന്നത് അത് നമ്മളുടെ തികച്ചും പേഴ്സണൽ കാര്യമാണ്, എന്റെ കാര്യങ്ങളാണ്. എനിക്ക് ആരെ വേണമെങ്കിലും ഞാൻ ഷാറുഖ് ഖാൻ, നമ്മളെ ഹിന്ദി നടന്മാരോട് ഞാൻ ഫോട്ടോ കുറെ പേരുടെ ഇട്ടിട്ടുണ്ട്. എത്രയോ പേരുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും ഇടുന്ന സംഗതികളാണ്. അതവിടെ നിൽക്കട്ടെ. അതേപോലെയാണ് ഇത്. നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞ ഷാറുഖ് ഖാന്റെ കൂടെയും സൽമാൻ ഖാന്റെ കൂടെയൊക്കെ ഫോട്ടോ ഇടുന്ന സമയത്ത് അതിന് താഴെ അടിക്കുറിപ്പ് കൊടുക്കാവോ? ഞാൻ 9 ആഴ്ച ഗർഭിണിയാണ്, ഞാൻ ഇയാളുമായി 4 വർഷം റിലേഷൻഷിപ്പിലാണെന്നും പറഞ്ഞുകൊണ്ട് അല്ല, അങ്ങനെ കൊടുക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എങ്ങോട്ടാണ് ഈ പെണ്ണ് ന്യായീകരിച്ച് പോകുന്നത്? പറയുന്നതിനൊരു ലോജിക്ക് വേണ്ടേ? അങ്ങോട്ട് പറയന്നെ. ഞാൻ ഒരുപാട് സെലിബ്രിറ്റീസിന് കൂടെ ഫോട്ടോസ് ഒക്കെ ഇൻസ്റ്റയിൽ പങ്കുവെക്കാറുണ്ട്. അതുപോലെ റസൂൽ പൂക്കൂട്ടിന്റെ കൂടെ ഒരു ഫോട്ടോ പങ്കുവെച്ചതേ ഉള്ളൂ, അതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലാന്നൊക്കെ. വല്ലാത്ത ജാജിസ്റ്റ. ബാക്കി പറ, എന്തായാലും കേൾക്കാൻ നല്ല രസമുണ്ട്. അത് അവരെ ഞാൻ വന്ന് പറയും, ഓക്കെ ഞാൻ ചില കാര്യങ്ങൾ, ചില ഫോട്ടോയിൽ ചില മോജീസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ചില ഫോട്ടോസ് അങ്ങനെ വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് എന്റെ തികച്ചും പേഴ്സണൽ കാര്യങ്ങളാണ്. ഞാനത് എനിക്ക് സോഷ്യൽ മീഡിയയിൽ പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ വന്ന് പറയുന്നുണ്ട്. അങ്ങനെ തോന്നിയതൊന്നും വന്ന് പറയേണ്ട സ്ഥലമല്ല സോഷ്യൽ മീഡിയ. അത് ആദ്യം മനസ്സിലാക്കണം. പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് വേറൊരുത്തരുമായ അവിഹിതത്തിന് പോയതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നല്ലോണം ഊക്ക് കിട്ടും. അതിൽ യാതൊരു സംശയവും വേണ്ട. അത് മനസ്സിലാകാതിരിക്കാൻ കിള്ളക്കുട്ടി എന്നല്ലല്ലോ നിങ്ങൾ. അത്യാവശ്യം ബുദ്ധിയും ഇവരൊക്കെ അല്ലേ നിങ്ങൾക്ക്? എന്നിട്ടാണ് ഇമാതിരി പണി കാണിച്ചു വെച്ചേക്കുന്നത്. ഇവിടെ നിങ്ങളും റസൂൽ പൂക്കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രവേഴ്സികൾ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളായിട്ട് തന്നെ വരുത്തി വെച്ചതാണ്. ഇതെല്ലാം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? നിങ്ങളും റസൂൽ പൂക്കുട്ടിയും മൊത്തമുള്ള ഒരു ഫോട്ടോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത് അതിന് താഴെ നിങ്ങൾ ഒരു അടിക്കുറിപ്പും കൊടുത്ത് 4 വർഷം ഞാൻ ഇയാളുമായി റിലേഷൻഷിപ്പിലാണെന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങൾ ഫിറോസുമായി ഡിവേഴ്സ് ആയിട്ടാക്കി 2 വർഷമേ ആയിട്ടുള്ളൂ. അങ്ങനെയുള്ള നിങ്ങൾ എങ്ങനെയാണ് 4 വർഷം ഇയാളുമായി റിലേഷൻഷിപ്പിലാവുന്നത്? അവിടുന്നാണ് എല്ലാത്തിനും തുടക്കം എന്ന് പറയുന്നത്. പിന്നെയാണ് ഓരോ കണ്ണുകളായിട്ട് ഇങ്ങനെ പൊട്ടി വരുന്നത്. ഇപ്പൊ നിങ്ങൾ ഫുള്ള് എക്സ്പോസ്ഡ് ആയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ തുടങ്ങി വെച്ചത് നിങ്ങളാണ്. അപ്പൊ ഓരോന്ന് തുടങ്ങി വെക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. അല്ലാണ്ട് ഇപ്പൊ വന്നിരുന്ന് മറ്റുള്ളവരോട് മെക്കെട്ട് കയറിയിട്ട് കാര്യമില്ല. ബാക്കി പറഞ്ഞാലും പറയുന്നുണ്ട്. ഒരു പക്ഷെ നാളൊരു കാലത്ത് ഞാൻ വന്ന് പറയുന്നു, എന്റെ വിവാഹം കഴിഞ്ഞു, ഇദ്ദേഹത്തിനോടായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തോടായിരിക്കും, എനിക്കൊരു കുഞ്ഞുണ്ടായി, അത് അദ്ദേഹത്തിനോടായിരിക്കും. ഇദ്ദേഹം പറയണമെന്നുള്ള ഇഷ്ടം എന്റേതാണ്. പറഞ്ഞോ. പക്ഷെ പറയുന്ന കാര്യങ്ങൾ സാമൂഹിക മര്യാദക്ക് നിരക്കാത്ത കാര്യമാണെങ്കിൽ വിമർശിക്കപ്പെടും. ആ വിമർശനം ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇമാതിരി കാര്യങ്ങൾ പബ്ലിക്കിൽ വന്ന് പറയാതിരിക്കുക. അത്ര എനിക്ക് പറയാനുണ്ട്. അല്ലാണ്ട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം പബ്ലിക്കിൽ വന്ന് വിളമ്പിയിട്ട് അവസാനം വിമർശിക്കപ്പെടുന്ന സമയത്ത് അയ്യോ എല്ലാവരും കൂടെ എന്നെ സൈബർ അറ്റാക്ക് ചെയ്യുന്നെന്നും പറഞ്ഞ് വ്യക്തിം കാർഡ് എടുക്കേണ്ട യാതൊരു കാര്യമില്ല. പറയേണ്ട കാര്യങ്ങൾ മാത്രം പബ്ലിക്കിൽ വന്ന് പറയാം. മനസ്സിലായോ? ബാക്കി പറഞ്ഞാട്ട് എന്തായാലും. ഇനി നേരെ തിരിച്ച് ഞാനൊരു വ്യക്തിയെ കല്യാണം കഴിക്കുന്നു, അവർക്കൊരു ഫാമിലി ഉണ്ട് എങ്കിൽ എന്താണ്? അവർക്കൊരു ഫാമിലി ഉണ്ടെങ്കിൽ ഞങ്ങളെ മതത്തിൽ, അതായത് ഒരു മുസ്ലിം മതത്തില് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക്, അതായത് ഒരു ഭർത്താവാൻ പോകുന്ന ആൾക്ക് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആവാൻ പോകുന്ന ഒരാൾക്ക് 2 വിവാഹം കഴിക്കാം. 2 അത് അങ്ങനെയുള്ള നിയമം നമുക്കുണ്ട്. അവരുടെ വൈഫിന്റെ അവരുടെ സമ്മതത്തോടെ 2 കല്യാണം കഴിക്കാനുള്ള നിയമം ഉണ്ട്.
അപ്പം അദ്ദേഹത്തിന് കല്യാണം വേറൊരാളെ കല്യാണം കഴിച്ചാൽ അദ്ദേഹത്തിന് കല്യാണം കഴിച്ചോ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചോ അത് ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇപ്പൊ നമ്മളെന്തെങ്കിലും വന്ന് പറയുമ്പോഴായിരിക്കും അത് കോൺട്രവേഴ്സിയാണ്. എത്രയോ പേര് ജീവിക്കുന്നില്ലേ, എത്രയോ ഒരു വലിയൊരു ആക്ട്രസ്, ഞാൻ അവരുടെ പേര് പറയുന്നില്ല, ഞാൻ അവരെ ഭയങ്കരമായിട്ട് ബഹുമാനിച്ച് എല്ലാവരും ബഹുമാനിച്ച് തന്നെ നിൽക്കുന്നത്, അവര് ജീവിക്കുന്നില്ലേ വിദേശത്തിൽ, അവര് ഫാമിലി ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. ഇതിപ്പം ഞാൻ കല്യാണം കഴിക്കുമെന്നല്ല പറയുന്നത്, കല്യാണം കഴിച്ചു എന്നല്ല പറയുന്നത്, ഞാൻ പ്രഗ്നന്റ് ആണെന്നല്ല പറയുന്നത്, ആവൂന്നല്ല പറയുന്നത്. പിന്നെ എന്താണ് നിങ്ങൾ പറയുന്നത് അതൊന്ന് വ്യക്തമാക്കി തന്നാട്ടെ സജന. നിങ്ങൾ ഭാവിയിൽ ഒരു പക്ഷേ ഒരു ഭാര്യയുള്ള റസൂൽ പൂക്കുട്ടിയുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടേക്കാം എന്നല്ലേ നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? അല്ലാണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാണ്. അങ്ങനെ ഒരാളെ വിവാഹം ചെയ്യണമോ ചെയ്യേണ്ടതൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടം. അതിൽ പ്രത്യേകിച്ച് ഞങ്ങൾക്കൊന്നും പറയാനില്ല. അങ്ങനെ ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെയുണ്ട്. ബഷീർ ബഷീർക്ക് അതിന് ഉദാഹരണങ്ങളാണ്. പക്ഷെ എന്ന് കരുതിയിട്ട് അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ നിൽക്കരുത്. ഒരുമാതിരി ബഹുഭാരിത്വത്തെ ഗ്ലോറിഫൈ ചെയ്യുന്ന പരിപാടിയാണ് സജന ഇപ്പോൾ ഇവിടെ കാണിച്ചത് അല്ലേ? നിങ്ങൾക്കത് കണ്ടപ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലായി കാണും. ഐ റിപ്പീറ്റ് ഒക്കെ, നിങ്ങൾക്കൊരു ഭാര്യയുള്ള ഒരുത്തനെ ഭർത്താവായിട്ട് സ്വീകരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ അത് പബ്ലിക്കിൽ വന്ന് കൊട്ടുകോച്ചിക്കാൻ നിൽക്കരുത്, അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്ന പക്ഷം മൂക്ക് മേടിക്കേണ്ടി വരും, അതിൽ യാതൊരു സംശയവും വേണ്ട. ഇനിയും മൂക്കും. ഒരു പബ്ലിക്കിൽ വന്ന് സംസാരിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ സാമൂഹിക മര്യാദ പാലിക്കണം. അല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കി പറഞ്ഞതായാലും കല്യാണം കഴിക്കാത്തോണ്ടാണോ? അതായത് ഇപ്പൊ നിക്കാഹ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പബ്ലിക്കിൽ ഇട്ടാ കുഴപ്പമില്ല, അപ്പൊ ഫാമിലി എന്ന് പറയുന്നത് കുഴപ്പമില്ല. അപ്പം കല്യാണം കഴിക്കുന്നത് കാണിക്കാത്തോണ്ടാണോ? നിങ്ങൾ നിക്കാഹ് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾ ചെയ്തത് അവിഹിതാണോ? അത്രേ ഉള്ളൂ. അതെവിടെ എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ. ബാക്കി പറഞ്ഞാലും മേ ബി ഞാൻ കല്യാണം കഴിക്കത്തില്ല. ഒരു പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ഒരു പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എനിക്കിനി വയ്യ. മേ ബി എന്റെ ജീവിതമാണ്, ഞാൻ ഒരിക്കലും ആണുങ്ങളോടൊപ്പം പിഴച്ച് ജീവിക്കാമല്ലോ. അല്ല, അതെങ്ങനെയാന്നുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിക്കണേ. നിങ്ങളുടെ ഭർത്താവ് തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്നും പറയല്ലോ മോളെ. ഈ റസൂൽ പൂക്കുട്ടിക്ക് മുമ്പ് നിങ്ങൾക്ക് എത്ര കാമുകന്മാരായിരുന്നു ഉണ്ടായിരുന്നത്? അതിനൊന്ന് കണക്കൊന്ന് പറഞ്ഞു തന്നാട്ടെ. അതിനെ കുറിച്ചൊന്നും അധികം പറയിപ്പിക്കണ്ട. ബാക്കി പറഞ്ഞാലും എനിക്ക് ഒരാളോട് ഇഷ്ടമാണെങ്കിൽ അത് നല്ലതല്ലേ? അതൊക്കെ നല്ലതാണ്. പക്ഷെ മറ്റൊരു ഭാര്യയുള്ള ഒരുത്തനെ ഇഷ്ടപ്പെടുന്നത് അത്ര നല്ല പരിപാടിയില്ല. അതിന് നമ്മുടെ നാട്ടിൽ അവിഹിതം എന്നാണ് പറയാറ്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നുള്ള അറിയില്ല. ബാക്കി പറഞ്ഞാലും പൊതുവേ ഒരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ട്, ആക്ട്രസ് എന്നുള്ളതും അല്ലെങ്കിൽ ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ ഒരു ആണിനോട് മിണ്ടിയാലോ അല്ലെങ്കിൽ വേറൊരു രീതി ഒരിടത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ അവള് പിഴച്ചവളാം, അവളെങ്ങനെയാണ്, അവള് പോക്ക് കേസാ എന്നാണ് പറയുന്ന ആൾക്കാര്. ഇച്ചിരി ലിപ്സ്റ്റിക് കൂടിയപ്പോ പറയും, ഓ അവള് കണ്ട, ഓ അവള് പോക്ക് കേസ് എന്ന് പറയുന്ന ഒരു സമൂഹമാണ്. അതൊക്കെ എന്ന് സജ്ജന, അതൊക്കെ പണ്ട്. ഇന്നത്തെ ആൾക്കാരൊന്നും അങ്ങനെ പറയത്തില്ല. ഒരു പെണ്ണ് ആണിനോട് മിണ്ടിയെന്ന് വിചാരിച്ച് ഇന്നത്തെ ആൾക്കാരൊന്നും പറയത്തില്ല. ഈ പെണ്ണ് ഇത് പറഞ്ഞ് എങ്ങോട്ടാണ് ഈ പോകുന്നത്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാണ്. സ്വയം അങ്ങ് പുണ്ണാളിച്ചാക്കാൻ നോക്കാണോ? എന്തായാലും നല്ല രസമുണ്ട് കേൾക്കാനും. ബാക്കി പറഞ്ഞോട്ടെ എന്തായാലും ആൾക്കാരുണ്ട്. അപ്പൊ തന്നെ ഞാൻ വിചാരിക്കും, എന്താണ് ഈ ലോകം? ഒരാളെ ദൂഷിക്കാൻ എന്തൊക്കെയാണ് ഈ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നത്? ഇതാണ് സമൂഹം ഉള്ളത്. അപ്പൊ നേരെ തിരിച്ച് സജന വേറൊരു രീതിയിൽ പോവുക, കുറെ ആണുങ്ങളുമായിട്ട് പൈസ ഉണ്ടാക്കുന്നു, കുറെ ആണുങ്ങളുമായിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്പം സജന തെറ്റ് ചെയ്യാറില്ല. പക്ഷെ ഒരാളുമായിട്ട് ഒതുങ്ങി ഒരു ജീവിതത്തിൽ നമ്മൾ ഒതുങ്ങി നിന്ന അപ്പൊ അവള് തെറ്റുകാരി, അപ്പൊ അവളാണ് തെറ്റുകാരി. കുറെ ആളടുത്ത് പോയാലും ഒരാളടുത്ത് പോയാലും അവിഹിതം എന്നും അവിഹിതം തന്നെയാണ് കേട്ടോ. വല്ലാതെ അങ്ങ് ഗ്ലോറിഫൈ ചെയ്യല്ലേ മോളെ. അവിഹിതത്തിന് പോയതും പോരാഞ്ഞിട്ട് ന്യായീകരിക്കുന്നു. ഇത് വല്ലാത്തൊരു തരം ന്യായീകരണമായി പോയി. ബാക്കി പറഞ്ഞാലും കാരണം അവള് കുടുംബം തകർത്തുകള് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് എന്തോ മറ്റുള്ളവരെ ഇതാക്കുന്നു എന്ന് പറഞ്ഞ അലിഗേഷൻ. അവിടെ അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ആരും അറിയുന്നില്ലല്ലോ, എങ്ങനെയാണെന്നുള്ളത് അറിയുന്നില്ലല്ലോ. അപ്പൊ കല്യാണം കഴിച്ച സമൂഹത്തിനോട് കാണിക്കും. ചിലപ്പോൾ കല്യാണം കഴിഞ്ഞാണുമായിരിക്കും, എന്റെ അദ്ദേഹത്തിനോട് അല്ല വേറെ ആരുടെയും കല്യാണം കഴിഞ്ഞാണുമായിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞുണ്ടായി കാണുമായിരിക്കും, പ്രസവിച്ച് ഞാൻ പാല് കൊടുത്ത് എന്റെ വീട്ടിൽ ഉറക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താണ് ഈ സമൂഹം? എന്താണ് സമൂഹം? എനിക്ക് പറയണമെന്ന് ആഗ്രഹമുള്ള സാധനമാണെങ്കിൽ, എനിക്ക് പറയണമെന്ന് ഇഷ്ടമുള്ള സാധനമാണെങ്കിൽ ഞാൻ പുറത്ത് പറയും. എനിക്ക് അതല്ല എന്റെ തികച്ചും പേഴ്സണൽ ആയിട്ട് എനിക്ക് ഇഷ്ടമല്ല, എനിക്കിത് പറയണ്ട, എന്റെ ഫാമിലിയുടെ കാര്യങ്ങൾ എനിക്ക് ഇത്രയേ ഉള്ളൂ, ഫാമിലി എനിക്ക് ഇതാന് താല്പര്യമില്ല എന്ന് പറയുന്ന കാര്യം ഞാൻ ഇടത്തിലായി. വളരെ നല്ല കാര്യം. അങ്ങനെ പറയാതിരിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്ന് അവിഹിതം കൊട്ടുഘോഷിക്കാൻ നിന്നിട്ട് അതിന് വിമർശനങ്ങൾ നേരിടുമ്പോൾ വന്നിരുന്ന് കരയാൻ നിൽക്കരുത്. നിങ്ങളുടെ ഫാമിലി മാറ്റർ, നിങ്ങളുടെ അവിഹിതം പ്രൈവറ്റ് ആയിട്ട് സൂക്ഷിക്കുക. അത് പബ്ലിക്കിൽ വന്നിട്ട് കുടയാതിരിക്കുക. കുടഞ്ഞു കഴിഞ്ഞാൽ എടുത്തിട്ട് നോക്കും, അതിൽ യാതൊരു സംശയവും വേണ്ട. ബാക്കി പറഞ്ഞാലും അതെനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എല്ലാത്ത അലിഗേഷൻ പറഞ്ഞുണ്ടാക്കി നമ്മളെ കൊല്ലാക്കൊല ചെയ്യരുത്. എന്തില്ലാത്ത അലിഗേഷന്? നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ഭർത്താവ് പബ്ലിക്കിൽ വന്നിരുന്ന് പറഞ്ഞത്. അത് ഞങ്ങളെടുത്ത് സംസാരിച്ചെന്ന് മാത്രം. ഞങ്ങൾ ആരും നിങ്ങളെ കൊല്ലാക്കൊല ചെയ്തിട്ടില്ല. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ പബ്ലിക്കിൽ എക്സ്പോസ്ഡ് ആയി, അത്രേ ഉള്ളൂ. ബാക്കി പറഞ്ഞാലും ചെയ്യരുത്. ഈ വെറുതെ ഇരുന്ന് നമ്മൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഇപ്പം ശരിക്കും പറഞ്ഞാൽ വെളിയിലോട്ട് ഇറങ്ങാൻ പോലും പേടിയാവുന്ന അവസ്ഥയിലോട്ടാണ് വന്നത്. കാരണം ആൾക്കാർ എന്ത് പറയും, ആൾക്കാർ എന്ത് ചോദിക്കും, ആൾക്കാർക്ക് ഇത് ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈഡ് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ല, നമ്മൾ അങ്ങനെ ഒരു കാര്യമല്ല, നിങ്ങൾ ചിന്തിക്കുന്ന കണക്കല്ല എന്ന് പറയാൻ എത്ര പേരെടുത്ത് എനിക്ക് പോയി പറയാൻ പറ്റും? ഇനിയിപ്പോ സുഖമായിട്ട് വെളിയിൽ ഇറങ്ങി നടക്കാം. കാരണം നിങ്ങൾ എന്താണ് ഏതാണെന്നുള്ളത് ഇപ്പൊ പുറലോകം അറിഞ്ഞു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഇനി നിങ്ങൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഭർത്താവ് തന്നെ പൊതുജനത്തെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി സുഖമായിട്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാം. ബാക്കി പറഞ്ഞാലും ഇപ്പം സജന എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്,
സജന എന്ന് പറയുന്ന വ്യക്തി ഒരു ഫോട്ടോ ഇട്ടപ്പോഴേക്കും തുടങ്ങിയ ഒരു അലിഗേഷൻ ആണ്. അത് ഇവിടം വരെ എത്തി നിന്നു. അപ്പം ഇതിന്റെ ഇടയിൽ ഈ സജനയുടെ ആ ഒരു അലിഗേഷൻ പോകുന്നതിന്റെ ഇടയിൽ വന്ന വാർത്തകളാണ് 1.5 വയസ്സായ കുട്ടിയെ രണ്ടാനച്ഛൻ കൊന്ന കേസ്. അപ്പോഴും അവരുടെ ഭർത്താവ് മരിച്ച ഇവര് രണ്ടാമത് കല്യാണം പോലും കഴിക്കാതെ ജീവിക്കുന്നതാണ് ആ ഒരു കേസ്. അത് മാത്രമല്ല അയാളുടെ ആദ്യ ഭാര്യയോട് അയാൾ ചെയ്ത ക്രൂരത, ഇതെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ ന്യൂസ് ചാനൽസ് ഇട്ടിട്ടുണ്ട്, ഓൺലൈൻ മീഡിയാസ് ഇട്ടത് 1-2 വീഡിയോ ഇട്ടിട്ടുണ്ടാവും. പക്ഷെ അത് ഒരു സംസാര വിഷയം ആയില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റില് ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ 19 വയസ്സായ ഒരു പെൺകുച്ചി ഇങ്ങനെ പ്രസവിച്ചിട്ട് കൊച്ചിന് ജനൽ വഴി എറിഞ്ഞു. ആ കൊച്ചെന്തോ ഭാഗം കൊണ്ട് മരിച്ചില്ല. അതാണെങ്കിലും ന്യൂസ് ചാനലിൽ വരുന്നുണ്ട്. ആർട്ടിസ്റ്റ് അല്ലല്ലോ, അതെ, അത് ആർട്ടിസ്റ്റ് ആവട്ടെ, അപ്പോഴല്ലേ കോൺട്രവേഴ്സിയും കണ്ടന്റും ഇട്ടിട്ട് പൈസ മേടിക്കാൻ പറ്റത്തുള്ളൂ ചാനലുകാർക്ക്. ഇവരെന്താണ് ഈ പറയുന്നത്? ഈ പറഞ്ഞ സാരിയും സജിനും ഒന്നും സോഷ്യൽ മീഡിയ എടുത്ത് നോക്കാറില്ലേ? ഇവരുടെ കണ്ടന്റ് മാത്രം എടുത്ത് നോക്കാറുള്ളൂ? അല്ല, അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന കണ്ടന്റുകളെല്ലാം മറ്റാരേക്കാളും കൂടുതൽ ഡിസ്കസ് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. പ്രത്യേകിച്ച് ആ കുഞ്ഞിനെ കൊന്ന കേസൊക്കെ എത്ര വീഡിയോസ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തു കഴിഞ്ഞു. പക്ഷെ എന്നിട്ട് ഇവർ പറയണത് എന്താണ്? ഞങ്ങൾ ആരും ഇത്തരം കണ്ടന്റുകളൊന്നും തൊടാറില്ല, ഞങ്ങൾ ആർട്ടിസ്റ്റുകളുടെ കണ്ടന്റ് മാത്രമേ തൊടാറുള്ളൂ എന്നുള്ളതാണ്. ഇതെന്ന് തന്നെ മനസ്സിലാക്കാലോ, യാതൊരു അറിവുമില്ലാതെയാണ് ഇവർ ഇതൊക്കെ ഇരുന്ന് സംസാരിക്കണം എന്നുള്ളത്. ഇവിടെ ഒട്ടുമിക്ക യൂട്യൂബേഴ്സും എല്ലാ ന്യൂസ് കണ്ടന്റുകളും ചർച്ച ചെയ്യാറുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നിങ്ങളെ കണ്ടന്റും ചർച്ച ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങളെ മാത്രം എടുത്ത് അവരാധിച്ച് ഇവിടെ ആരും കണ്ടന്റ് ഉണ്ടാക്കുന്നില്ല. ആരോട് പറയാൻ്റെ? ഇത് ചുമ്മാ എന്താണെന്ന് അറിയോ? ഒരു മാനിപ്പുലേഷൻ, ഒരു വിക്ടിം കാർഡ് ഇറക്കാം. എല്ലാവരും ചേർന്ന് ടാർഗറ്റ് ചെയ്ത് ഞങ്ങൾ ഒറ്റപ്പെടുത്തുന്നു എന്ന് പൊതുജനത്തിന് മുന്നിൽ മാനിപ്പുലേറ്റ് ചെയ്യുക, അതുവഴി ജനങ്ങളുടെ സപ്പോർട്ട് നേടിയെടുക്കുക. അതിനു വേണ്ടിയുള്ള കളികളാണ് ഇതെല്ലാം. ബുദ്ധിയുള്ളവർക്ക് അത് കണ്ടാൽ മനസ്സിലാവും. എന്തായാലും ഇത്രയും നേരം നമ്മൾ സജന താത്തന്റെ ഒരു ഇമോഷണൽ ഡ്രാമ കണ്ടു കഴിഞ്ഞു അല്ലേ? ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് സജന താത്തന്റെ അടുത്തൊരു ഭീഷണിപ്പെടുത്തൽ ഡ്രാമയാണ്. നമ്മൾ എന്തായാലും അതൊന്നും കണ്ടോക്കാം. നല്ലൊരു കുഞ്ഞെന്ന് ഞാൻ പറയത്തില്ല, എനിക്ക് എല്ലാം അങ്ങ് സഹിച്ച് പുറത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ അത്രയും നല്ല ഞാൻ ഗാന്ധിജിയൊന്നും അല്ല. പക്ഷെ ഈ പറയല ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ക്രൂശിച്ചുകൊണ്ടിരുന്നല്ലോ. ആ സഹിയിടുമ്പോ ഒരു പൊട്ടലുണ്ട്. ഞാൻ അങ്ങനെ ഒരു പൊട്ടൽ പൊട്ടിയിട്ടുമുണ്ട്, അത് നിങ്ങൾ കണ്ടതാ. അതുപോലെ എന്നെ കൊണ്ട് പൊട്ടിക്കരുത്. പൊട്ടിച്ചു കഴിഞ്ഞാ അവിടെയും ഫാമിലീസ് ഉള്ളതാ, കുഞ്ഞുങ്ങളുള്ളതാ, തെളിവ് സഹിതമായിരിക്കും ഞാൻ കൊണ്ടിടുന്നത്. തീർന്നു. എനിക്കതേ പറയാനുള്ളൂ. എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. പല കാര്യങ്ങളും ലോകത്തിനും അല്ലെങ്കിൽ ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, യൂട്യൂബ് ചാനലുകാർക്ക്, അവർക്കൊരു മാസം ഇപ്പൊ 2 ദിവസത്തേക്കുള്ള കാര്യം എന്നെ കൊണ്ട് ഇങ്ങനെ ക്രൂഷൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ അത് ഞാൻ നിയമവശത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ കറക്റ്റ് ഒരു സാധനമായിട്ട് അങ്ങോട്ടും കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ തീരും. അതിപ്പോ ഇനിയിപ്പോ നിങ്ങളായിട്ട് തരേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ഭർത്താവായിട്ടുള്ള ഫിറോസ് ഞങ്ങൾക്ക് വേണ്ടതൊക്കെ തന്നു കഴിഞ്ഞിട്ടുണ്ട്. 2 മാസത്തേക്ക് കളിപ്പിക്കാനുള്ളതൊക്കെ തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല. ഭർത്താവായിട്ടുള്ള ഫിറോസിനെ ഉദ്ദേശിച്ചാണെന്ന് തോന്നുന്നു ഈ ഭീഷണി. പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചാണെന്ന് മാത്രം. ഇടാനുള്ളതെല്ലാം മൂപ്പരങ്ങ് കൊണ്ടേയിട്ട് പ്രോപ്പർ തെളിവ് സഹിതം അങ്ങോട്ട് കൊണ്ടേയിട്ട് അതോടെ എന്തായി? സജൻ അങ്ങ് മൂഞ്ചി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സജനിന്റെ ഏറ്റവും വലിയ കഴിവ് എന്താണെന്ന് അറിയോ? ഞാൻ ഇത്രയും കാലം കണ്ടതിൽ വെച്ച് സജനിന്റെ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത് ഇങ്ങനെ ആൾക്കാർ ഭീഷണിപ്പെടുത്തി നിർത്താനുള്ള കഴിവാണ്. പറയുമ്പോൾ പുള്ളിക്കാരുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഉണ്ടല്ലോ, എന്റെ കയ്യിൽ അതുണ്ട് ഇതുണ്ട്, ഞാനത് ഇപ്പം പുറത്തു വിടും നാളെ പുറത്തു വിടുന്നു പറഞ്ഞ ആൾക്കാർ ഭീഷണിപ്പെടുത്തി പുള്ളിക്കാരുടെ നിർത്തും. ആ നിർത്തലിലാണ് പുള്ളിക്കാർ ഇത്രയും കാലം ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോയത്. പക്ഷെ ഫിറോസ് എന്താക്കി? അതിനപ്പുറത്തുള്ള കളി കളിച്ചു എന്നുള്ളതാണ്. എല്ലാ തെളിവുകളും ശേഖരിച്ച് തെളിവ് സഹിതം അങ്ങോട്ട് സാധനങ്ങൾ പുറത്തിട്ടു. അതോടെ സജിൻ അങ്ങ് മൂഞ്ചി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനിയിപ്പോ സജിൻ എന്താക്കുന്നുള്ളതാണ്. വല്ലാത്തൊരു പെണ്ണെന്നെ ഇഷ്ടമാണ്. എന്തായാലും നമ്മൾ ഭീഷണിപ്പെടുത്തൽ ഡ്രാമ കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സജിനോടെ കരച്ചിൽ ഡ്രാമയാണ്. നമ്മൾ കണ്ടോക്കാം. ഞാൻ ആ കുഞ്ഞുങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്. ഒരമ്മ എന്ന് വിചാരിച്ച് ഒരു കുഞ്ഞുങ്ങളുടെ വേദന എന്താന്ന് കണ്ടൊരു വ്യക്തിയെ ഞാൻ. ആ ഒരു ബഹുമാനിച്ചാൽ ഞാൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ നോവിക്കരുത്. അത് മാത്രം ലോകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ. അതുകൊണ്ട് മാത്രമാ ഇന്നും ഞാൻ ആ വ്യക്തിയെ പറയാതിരിക്കുന്നത്. വ്യക്തികളെ കുഞ്ഞുങ്ങളെ നോവിക്കരുത്. എന്റെ കുഞ്ഞുങ്ങൾ അനുഭവിച്ചത് കണ്ട് വേറെ കൊള്ളാം, നന്നായിട്ടുണ്ട്, അടിപൊളി അഭിനയം. കട്ട് എണീറ്റ് പോര് അടിപൊളിയായിട്ടുണ്ട്. എല്ലാം കൊണ്ട് ഒരു ഉഷാർ ഇന്റർവ്യൂ അല്ലേ? ഇമോഷണൽ ഡ്രാമ, ഭീഷണിപ്പെടുത്തൽ ഡ്രാമ, കരച്ചിൽ ഡ്രാമ, എല്ലാം കൊണ്ടും വെൽ പാക്കഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.